ഇവിടുത്തെ നോട്ടീസിൽ എൻ്റെ പേര് വെച്ചിരിക്കുന്നത് കണ്ടു, ഷമീർ കൊല്ലം എന്ന് വെച്ചിരിക്കുന്നു. ഇത് കാണുമ്പോൾ കാണുന്ന പരിസരത്തുള്ള മാന്യ സഹോദരങ്ങൾക്ക് ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഈ പേര് കണ്ടിട്ട് ഇങ്ങേര് ഒരു ക്രിസ്ത്യാനിയാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ. സ്വാഭാവികം. കാരണം എൻ്റെ മുഴുവൻ പേര് ഷമീർ അബ്ദുൽ സലാം എന്നാണ്, ബാപ്പാൻ്റെ പേര് അങ്ങനെയാണ്. അപ്പം ഇങ്ങേരെന്താ ഈ പെന്തിക്കോസി പ്രസംഗിക്കാൻ വരുന്നതെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റു ചില സുവിശേഷ യോഗങ്ങളുടെ നോട്ടീസുകൾ നമ്മൾ പരിശോധിച്ചാൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട പേരുകാരാണ് പ്രസംഗകരായിട്ട് വരുന്നത്. പാസ്റ്റർ സിയാദ് മുഹമ്മദ് കോട്ടയം, പാസ്റ്റർ നസീർ ആലപ്പുഴ, പാസ്റ്റർ ഷാജഹാൻ മലപ്പുറം, പാസ്റ്റർ അബ്ദുൽ സമദ് തിരുവനന്തപുരം, പാസ്റ്റർ അബ്ദുൽ വഹാബ് കണ്ണൂർ, പാസ്റ്റർ മുനീർ കാസർഗോഡ്, പാസ്റ്റർ റഫീഖ് വയനാട്, പിന്നെ സൗദ ബീവി, റംല തോമസ്, ജമീല ബീവി, അങ്ങനെ പറയാൻ തുടങ്ങിയ സമയം പോവും. ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ സത്യദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി മറുഭാഗത്തെ ഒരു നോട്ടീസ് എടുത്ത് നോക്കിയാൽ പാസ്റ്റർ സുരേഷ്, സുമേഷ്, രതീഷ്, രമേശ്, ഗോപാലകൃഷ്ണൻ, നാരായണൻകുട്ടി, കുട്ടപ്പൻ, സോമൻ യേശുവിൻ്റെ പിന്നാലെയാണ്. ഇനി ഒരു ഭാഗമെടുത്താൽ ഫാദർ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ, ഫാദർ ക്രിസ്പിൻ അച്ഛൻ, ഫാദർ മാർഷലിൻ ജെ മൊറൈസ് അച്ഛൻ, ഇങ്ങനെയുള്ള കുറേ അച്ഛന്മാര് 50-60 വയസ്സിൽ ദേ പോത്തിനെ കുളിപ്പിക്കുന്ന കലക്കവെള്ളത്തെ മുങ്ങി സ്നാനപ്പെട്ട് പെന്തിക്കോസുകാരുടെ കൂടെ കൂടി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആളുകളെല്ലാം ഇപ്പൊ യേശുവിൻ്റെ പുറകെയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിൽ ഒരുത്തൻ പറയുക, എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഉപദേശി വന്ന് കൊട്ടിപ്പാടാൻ തുടങ്ങിയടേ. ഞാൻ നോക്കിയപ്പോൾ അങ്ങേരും പെണ്ണും പിള്ളയും 2 പായുമല്ലേ ഉള്ളൂ. അവിടെ ഇരുന്ന് കൊട്ടിക്കോട്ടെന്ന് വിചാരിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് 50 എണ്ണം അവിടെ ഇരുന്ന് കൊട്ടുന്നു. ആമേൻ. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആളുകളെല്ലാം ഇങ്ങനെ ചിന്തിക്കുക, എന്തിനാണ് ഇവരെല്ലാം ഈ പെന്തിക്കോസുകാരുടെ കൂടെ പോകുന്നത്? ചോദ്യമാണ്. ഇന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഇതൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ചർച്ചയെന്ന് പറഞ്ഞാൽ വൈകിട്ട് സീരിയൽ കാണാൻ വെക്കുന്ന ടി വിക്കകത്ത് കാണുന്ന ചർച്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും ചായപ്പീടികയിലും ജോലിയില്ലാത്ത ചേട്ടന്മാർക്ക് ഇരിക്കാൻ വേണ്ടി കെട്ടിവെച്ചിരിക്കുന്ന കലങ്ങിൻ്റെ പുറത്തും ഇവിടെയെല്ലാം ഇന്ന് ചർച്ചയാണ്, ഇവരൊക്കെ എന്തിനാണ് യേശുവിൻ്റെ പിന്നാലെ പോകുന്നതെന്ന്. അപ്പം ഇതിൻ്റെ മറുപടി, എന്തിന് ഷമീറും സിയാദും നാരായണനും ഗോപാലനും മുഹമ്മദ് കുട്ടിയും ചാക്കോച്ചനും ഒക്കെ എന്തിന് യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങി എന്ന വിഷയത്തിൻ്റെ മറുപടി പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സുവിശേഷ യോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഷമീർ അബ്ദുൽ സലാം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയാൻ പോവുക. അത് കേട്ടതിന് ശേഷം അങ്ങേര് പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ മാർഗം സ്വീകരിക്കാം. അല്ല എങ്കിൽ അയാൾ വന്ന് പ്രസംഗിച്ചു, അതിനിപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഇല്ല. അപ്പം കാര്യം പറയാൻ പോവുക, എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം. അപ്പം ചില ചേട്ടന്മാർ മുമ്പ് കയറി പറയും, നിങ്ങളങ്ങനെ കാര്യമൊന്നും പറയണ്ട, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മുമ്പേ കയറി പറയും. അതിന് ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പെന്തിക്കോസിൽ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ കാര്യം എന്നാ? അപ്പം ചില ചേട്ടന്മാർ പറയുകയാണേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോന്നയാന്ന്. ഒരു പന്തലിൻ്റെ അകത്ത് നിറയെ അമേരിക്കക്കാരിരിക്കുന്നുണ്ടോ? കൈവയ്ക്കും ദൈവത്തെ സ്തുതിച്ചാട്ട്. കിടക്കാൻ ഒരു പായില്ലാത്ത ഐറ്റങ്ങളുണ്ട് ഇത് ഈ പലതും. എന്നാലും കേൾക്കാൻ ഒരു സുഖമുണ്ട്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയെന്നൊക്കെ വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഈ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് എന്നിറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടം കൂടെ പോയെന്നുള്ളതാണ് സത്യം. കിട്ടാൻ വേണ്ടി ഇറങ്ങിയതല്ല. മനസ്സിലായോ? ഈ പന്തലിലിരിക്കുന്ന ദൈവമക്കളായ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവരിവിടെ കയറി ഇന്ന് സാക്ഷ്യം പറയും. ഇന്ന് ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ന്യായമായി കിട്ടേണ്ടുന്ന ഒരു ആനുകൂല്യം തേടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ നീ കമ്മലും മാലയിട്ട് പൊട്ടും കുത്തി വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആഫീസർ അണ്ണന്മാരുണ്ടായിട്ടും
ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ട് ഒരു ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞ് ന്യായമായി ലഭിക്കേണ്ടുന്ന നന്മ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നും ഈ യേശുവിനെ ആരാധിക്കുന്ന ചിലത് ഈ പട്ടണത്തിലുണ്ട്. അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിറകെ ഇറങ്ങിയതല്ല. അതിൻ്റെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഞങ്ങളെ അമേരിക്കക്കാരെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പെന്തിക്കോസ് എന്ന് പറയുന്ന കൂട്ടത്തെ എനിക്ക് പുച്ഛമായിരുന്നു. കൊട്ടിപ്പാടി കലപില വില 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 എന്തൊക്കെയോ പറഞ്ഞു തുള്ളി കളിക്കുന്ന ഒരു കൂട്ടം. നാണക്കേട്, ഇതെന്ത് വക കൂട്ടമാണ് എന്ന് ചിന്തിച്ചൊരു കാലം. ആ കാലത്ത് എൻ്റെ നാട്ടിൽ കവലയിൽ ഞങ്ങൾ കൂട്ടുകാർ സന്ധ്യയ്ക്ക് ജംഗ്ഷനിൽ ഒത്തുകൂടും. ഞാനും എൻ്റെ കൂട്ടുകാരന്മാരും കൂടെ ഇതേപോലുള്ള സന്ധ്യകളിൽ ഞങ്ങളുടെ നാട്ടിലെ കവലയിൽ ഒത്തുകൂടുമ്പോൾ കൂട്ടുകാർ ഒത്തുകൂടിയാൽ ആദ്യം പറയുന്ന ഡയലോഗ് എന്താ? ഷെയർ ഇടളിയ കുപ്പിയെടുക്കാമെന്നാണ്. അപ്പോൾ കൂട്ടുകാരുമായി ഷെയർ ഇട്ട് കുപ്പിയെടുക്കുക, ആളില്ലാത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വലിഞ്ഞു പിടിച്ച് കയറുക, പൊറോട്ടയും ചിക്കനും ഒക്കെ പൊട്ടിച്ച് വെച്ച് കുപ്പിയും പൊട്ടിച്ച് പാട്ടും കൂത്തും ഗാനമേള നടത്തുക. അടുത്ത ദിവസത്തെ കുപ്പിക്ക് പണം കണ്ടെത്താൻ നാട്ടുകാരുടെ മരച്ചീനിയും തേങ്ങയും കരിക്കുമൊക്കെ ചാക്കിലാക്കുക, കൂട്ടുകാരുമായി ഉത്സവപ്പറമ്പുകളിൽ അടിയുണ്ടാക്കുക. ഇങ്ങനെ നടന്നൊരു കാലമുണ്ട്. ആ കാലത്ത് ഞങ്ങളുടെ നാട്ടിൻപുറത്ത് മീശം പിടിച്ച് കോളാമ്പിയും പിടിച്ച് ഇതുപോലുള്ള ഉപദേശിമാർ അവിടെ നിന്ന് തൊണ്ട കീറും, കുടിക്കല്ലേ വലിക്കല്ലേ മാനസാന്തരപ്പെടുമെന്നൊക്കെ പ്രസംഗിക്കുന്ന ഉപദേശിമാരെ കാണുമ്പോൾ അവൻ്റെ ചെവിക്കല്ലിനിട്ടൊന്ന് കൊടുത്താൽ എന്താന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലവട്ടം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിഷമിക്കണ്ട, മാറും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അപ്പം അങ്ങനെ ചിന്തിച്ചൊരു പശ്ചാത്തലം എനിക്കുണ്ട്. എന്നാൽ ഇന്ന് അതേ ദേവദാസന്മാരുടെ നടുവിൽ ഈ വേദപുസ്തകം ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നതിൽ ഇന്ന് രാത്രി അഭിമാനത്തോടെ ഇവിടെ നിൽക്കുകയാണ്. കാരണം പെറ്റതള്ള തലേ കൈവച്ച് പ്രാഗി ഇവൻ ചത്തങ്കീച്ചിരി സമാധാനം ഉണ്ടായിരുന്നു എന്ന് ചിന്തിച്ചൊരു പശ്ചാത്തലത്തിൽ നിന്ന് കഴിഞ്ഞ 22 വർഷമായി ബാപ്പയ്ക്കും ഉമ്മയ്ക്കും പെങ്ങന്മാർക്കും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും കൊള്ളാവുന്നവനായി ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് ഒരേ ഒരു സന്ദേശമേ ഉലക ചരിത്രത്തിലുള്ളൂ. അതാണ് ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഈ ദേശത്ത് വിളംബരം ചെയ്യുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. അപ്പം അതുകൊണ്ട് ഇത് അക്രമത്തിൻ്റെ മാർഗമല്ല. അപ്പം ഇന്ന് രാത്രി നിശ്ചിത സമയത്തിനുള്ളിൽ ഷമീർ അബ്ദുൽ സലാം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയാൻ പോവുക. അത് കേട്ടതിന് ശേഷം അങ്ങേര് പറഞ്ഞത് ഈ കാര്യമുണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ മാർഗം സ്വീകരിക്കാം. അല്ല എങ്കിൽ അയാൾ വന്ന് പ്രസംഗിച്ചു, അതിനിപ്പോൾ എന്നെ വിട്ടുകളഞ്ഞു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നമൊന്നും ഇല്ല. അപ്പം കാര്യം പറയാൻ പോവുക, എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം. അപ്പം ചില ചേട്ടന്മാർ മുമ്പ് കയറി പറയും, നിങ്ങളങ്ങനെ കാര്യമൊന്നും പറയണ്ട, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മുമ്പേ കയറി പറയും. അതിന് ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പെന്തിക്കോസിൽ പോകുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാ കാര്യം എന്നാ. അപ്പം ചില ചേട്ടന്മാർ പറയുകയാണേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോന്നയാന്ന്. ഒരു പന്തലിൻ്റെ അകത്ത് നിറയെ അമേരിക്കക്കാരിയ്ക്കുന്നുണ്ടോ? കൈവയ്ക്കും ദൈവത്തെ സ്തുതിച്ചാട്ട്. കിടക്കാനൊരു പായില്ലാത്ത ഐറ്റങ്ങളുണ്ട് ഇത് ഈ പലതും. എന്നാലും കേൾക്കാനൊരു സുഖമുണ്ട്. അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാവേ, അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസിൽ പോയെന്നൊക്കെ വെറുതെ ഞങ്ങളെ കളിയാക്കരുത്. ഇന്നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഈ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ബാപ്പാൻ്റെ ഉമ്മാൻ്റെയും കുടുംബത്തോട് ടാറ്റ പറഞ്ഞ് എന്നിറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടം കൂടെ പോയെന്നുള്ളതാണ് സത്യം. കിട്ടാൻ വേണ്ടി ഇറങ്ങിയതല്ല. മനസ്സിലായോ? ഈ പന്തലിലിരിക്കുന്ന ദൈവമക്കളായ സഹോദരിമാർക്ക് മൈക്ക് കൊടുത്താൽ അവരിവിടെ കയറി ഇന്ന് സാക്ഷ്യം പറയും. ഇന്ന് ന്യായമായി കിട്ടേണ്ടുന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ന്യായമായി കിട്ടേണ്ടുന്ന ഒരു ആനുകൂല്യം തേടി വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ നീ കമ്മലും മാലയിട്ട് പൊട്ടും കുത്തി വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആഫീസർ അണ്ണന്മാരുണ്ടായിട്ടും ഛർദ്ദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ടൊരു ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞ് ന്യായമായി ലഭിക്കേണ്ടുന്ന നന്മ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നും ഈ യേശുവിനെ ആരാധിക്കുന്ന ചിലത് ഈ പട്ടണത്തിലുണ്ട്. അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിൻ്റെ പിറകെ ഇറങ്ങിയതല്ല. അതിൻ്റെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതാണ്.
അതുകൊണ്ട് ഞങ്ങളെ അമേരിക്കക്കാരെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ്. നേക്ക് 22 വർഷങ്ങൾക്ക് മുമ്പ് ഷമീറും കൂട്ടുകാരും കള്ളു കുടിച്ച് പാക്കും പാൻപരാഗം ചവച്ച് ലുങ്കി മടക്കി ചുറ്റി എൻ്റെ നാട്ടിലെ കവലെ കൂടെ നടന്നു പോകുമ്പോൾ ആ പീടികയിൽ ആളുകൾ വിരലി കൊണ്ട് ചോദിക്കും, അവൻ ഏതാ പോകുന്നവൻ ഏതാ ആടി അവൻ ഏതാ? അതെ. ഉടനെ അടുത്തിരിക്കുന്ന പറയും, ഓ അതില്ലേ സലാമിൻ്റെ മോനെ. ഏത്? ജമീലയുടെ മോനെന്ന്. ആണോ? ആ പിന്നെ മറ്റേ മീൻ കച്ചവടം ചെയ്യുന്നില്ലേ ഇളയ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ. ആണോ? ആ അത് ശരി. ആ അയ്യോ തലതെറിച്ചൊരുത്തൻ എന്ന് പറഞ്ഞ ഒരു കാലത്ത് നിന്ന് ഇന്നതേ മാന്യമായ വസ്ത്രം ധരിച്ച് ഈ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ എൻ്റെ കവലച്ചെന്നിറങ്ങിയാൽ മിനിമം മുണ്ടിൻ്റെ മടിക്കുത്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ഒന്ന് ബഹുമാനിക്കുന്ന നിലയിൽ ജീവിതത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിച്ച ഒരു സന്ദേശമാണ് ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. പേരും സർട്ടിഫിക്കറ്റും തിരുത്തുന്ന സന്ദേശം അല്ലത്. നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയെങ്കിൽ, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ഒരു മുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ അവസാനിക്കുകയല്ലാതെ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു മാർഗമില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, സ്നേഹിത, സഹോദര, സഹോദരി, ഇന്ന് രാത്രി അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുക, തീർന്നിട്ടില്ല. ഇവിടെ മുതൽ ഒരു തുടക്കമായി മാറട്ടെ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറാൻ, ഇന്ന് മുതൽ ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുവാൻ, നിന്റെ ജീവിതത്തിന്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ഇന്ന് രാത്രി ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നീ തിരിയണം. അതാണ് ഞങ്ങൾ പറയുന്ന സുവിശേഷം. ഞങ്ങൾ എന്തെങ്കിലും ദോഷം പറയുന്നുണ്ട്? പിന്നെ ചിലർ പറയുന്ന ആകെ കൂടെ യവന്മാർ ഭയങ്കര ശബ്ദമാണെന്ന്. ഓ മനുഷ്യന് ചെവിതല കേൾക്കണ്ട, എന്നാ ശബ്ദമാണെന്ന്. ഈ പറയുന്നത് വല്ല സത്യം ഉണ്ടോ? ഭാഷ ഉണ്ടോ? സത്യം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്നവനൊക്കെ ഊമകളാകണ്ടേ? നമുക്ക് മാത്രമേ ഇവിടെ ശബ്ദമുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഊമയാണ്. ഉള്ളയാണോ? എവിടാ? മുക്കിന് 50,000 വാട്സിൻ്റെ ബോക്സ് കെട്ടിവെച്ച് അടിക്കുന്ന ഐറ്റങ്ങൾ ഇവിടെ ഇല്ലേ? നമുക്കാണോ സൗണ്ട്? പിന്നെ ആ സൗണ്ട് ഈ സൗണ്ട് നമ്മൾ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർ റോഡിൽ കിടന്ന് അടിക്കുന്ന സൗണ്ടിൽ 4 എണ്ണം കുടിച്ച് തുണിയില്ലാതെ ഓടെ കിടന്നുകൊണ്ട് പാട്ട് പാടും. ഈ സൗണ്ടിൻ്റെ പ്രത്യേകത, അങ്ങനെ കുടിക്കുന്നവൻ ഈ സൗണ്ട് കേട്ടാൽ അന്ന് മുതൽ കുടി നിർത്തി അവൻ കുടുംബത്തിന് കൊള്ളാവുന്നവനായി മാറും. അല്ലേ വ്യത്യാസം? അല്ലാതെ എന്തെങ്കിലും ദോഷം സുവിശേഷം വരുത്തിയിട്ടുണ്ടോ? പക്ഷേ മനസാക്ഷി തൊട്ടുകൊണ്ട് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ സുവിശേഷം നാടിന് നന്മയല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് മനസ്സിലാക്കണം. ഇത് ചുമ്മാ കുഞ്ഞുകളിക്ക് ഇറങ്ങിയതൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ തലയ്ക്ക് ഓളം കയറി കമ്മലും വേണ്ട മാലം വേണ്ട എന്ന് കൊട്ടിപ്പാടി കലബലബല എന്ന് പറയാൻ ചാടി ഇറങ്ങി അങ്ങനെ ഓളം കയറി വട്ടുപിടിച്ച് ഇറങ്ങിയതല്ല. ഇതിൻ്റെ അകത്ത് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്.